ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്യണം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 2 കിലോ വരുന്ന ക്യാരറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം 1 കപ്പ് അളന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2ാമത്തെ കപ്പും ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അരിപ്പ ചെറുതായതുകൊണ്ടാണ് 2 വട്ടമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. വലിയ അരിപ്പൊക്കെ ആണെങ്കിൽ 2 കപ്പായിട്ട് അളന്നിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 കപ്പും അളന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് 1.5 കപ്പ് പഞ്ചസാരയും 2 കഷ്ണം കറുവപ്പട്ടയും 2 ഏലക്കായ, ഗ്രാമ്പു 3 എണ്ണം ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഏലക്കായ തൊലി കളഞ്ഞ് വേണം ചേർക്കാൻ. ഇത് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ പഞ്ചസാര അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ബീറ്റർ ഉള്ളവർ ബീറ്റർ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ ബീറ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ മിക്സിയിൽ ചെയ്തെടുക്കുന്നത്. 1 കിലോന് 3 മുട്ടയാണ് ഞാൻ ചേർക്കാറുള്ളത്. അങ്ങനെ 6 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോർ നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പോളം അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ആ ഫ്ലോറിൽ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ടാപ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ താഴ്ന്നു പോകും. ഇനി ഇത് 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 40-45 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. ഒരു 32 പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.